ദശകത്തിൽ ഈ സമയം ശ്രോതാക്കളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാമി ശിവസ്വരൂപാനന്ദജി മഹാരാജാണ്. ശിവഗിരി മഠത്തിൽ ബ്രഹ്മവിദ്യാഭ്യാസം പൂർത്തീകരിച്ച സ്വാമിജി കഴിഞ്ഞ 27 വർഷത്തിലേറെയായി സന്യാസം ജീവിതം നയിച്ചുകൊണ്ട് ഉത്തരകാശി, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ആത്മാന്വേഷണം തുടരുന്ന ഒരു പുണ്യാത്മാവാണ്. ശിവഗിരി മഠത്തിലെ അംഗം കൂടിയായ സ്വാമിജി ആലുവയിലെ അദ്വൈതാശ്രമത്തിൻ്റെ കാര്യദർശിയായിരുന്നു. നിലവിൽ എറണാകുളത്തെ ആശ്രമത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന തിരക്കിനിടയിലും തമിഴിലെ പ്രധാന കൃതികളെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്ന ഒരു സുഹൃതിയാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിലെ സംപൂജ്യ സപ്രധാനന്ദ സ്വാമിജിയിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച് ഈശ്വരാനന്ദ സ്വാമികളുടെ വിചാരമാർഗം പിന്തുടർന്നുകൊണ്ട് ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഗ്രന്ഥരചനകളിലും മുഴുകി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മുൻ വർഷങ്ങളിലും സത്രസമിതിയുടെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ച് പവിത്രമായ സത്രവേദിയിൽ സ്വാമിജി ശ്രോതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിഹാസ പ്രസിദ്ധമായ നൈമിഷാരണ്യം പുനർഭവിച്ച പരമതത്വ സമീക്ഷ സത്രശാലയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജിജ്ഞാസുക്കളായ ശ്രോതാക്കൾക്ക് ശ്രീമദ് ഭാഗവതത്തിൽ വ്യാസഭഗവാൻ നിരത്തിവെച്ചിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങൾ വിവരിച്ചു നൽകി അനുഗ്രഹം ചൊരിയുന്നതിനായി സംപൂജ്യസ്വാമി ശിവസ്വരൂപാനന്ദജി മഹാരാജിനെ പ്രണാമപൂർവം അതിപവിത്രമായ പ്രവർത്തപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ള സജ്ജനങ്ങളെ, ഏറെ ബഹുമാന്യനായ ആദരണീയനായ നിഗമാനന്ദ സ്വാമി, മറ്റ് സ്വാമിജിമാർ, എല്ലാവർക്കും പ്രണാമം. പ്രത്യേകിച്ചൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. പതിനൊന്ന് മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലൂടെ ഉള്ള ഒരു ചെറിയ തത്വവിചാരം മാത്രമാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളെപ്പറ്റി. യുധിഷ്ഠിരൻ്റെ സംശയത്തിന് നാരദ മഹർഷിയുടെ മറുപടി എന്ന വണ്ണം ഭാഗവതത്തിലെ ഈ അധ്യായങ്ങൾ അത് വിവരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വർണ്ണം, ആശ്രമം. പ്രധാനമായി ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 വർണ്ണങ്ങളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഉൾപ്പെടെ ഭഗവാന്റെ വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ സാമൂഹിക സംവിധാനത്തോട് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം നമ്മൾ ഈ സ്മൃതി ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട യുക്തി അത് ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിരിക്കണം.
അതുകൊണ്ട് തന്നെ ശ്രുതിയിൽ പറയപ്പെടുന്ന ആത്മജ്ഞാനത്തിന് ആവശ്യമായ വിചാരത്തിലൂടെ മനനത്തിലൂടെ തത്വബോധത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് സഹായിക്കുന്ന അധ്യാത്മജ്ഞാനമല്ല, അതിലേക്ക് പ്രവേശിക്കാനുള്ള പല വിധത്തിലുള്ള മാർഗങ്ങളെ, ഉപായങ്ങളെ പകർന്നു തരുന്ന സ്മൃതികൾ, അത് കാലാനുസൃതമായിട്ട് എവിടെ കണ്ടാലും നമുക്കതിനെ കാലാനുസൃതമായിട്ട് വ്യാഖ്യാനിക്കാനും മാറ്റുവാനുമുള്ള സ്വാതന്ത്ര്യ അധികാരവുമുണ്ട്. അതങ്ങനെ ആയിരിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള ഈ 4 വർണ്ണങ്ങളുടെ വർണ്ണ ആശ്രമങ്ങളുടെ ധർമ്മത്തെ പ്രധാനമായിട്ട് നമുക്കിവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. കാരണം അത് മഹാഭാരതത്തിൽ തന്നെ അതിന് അനേകം തെളിവുകളും അന്നത്തെ സാമൂഹ്യ സംവിധാനത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ മഹാഭാരതത്തിൽ കാണാവുന്നതാണ്. അതിൽ തന്നെ സ്ത്രീ, ശൂദ്ര, വൈശ്യന്മാർ എല്ലാവരും തന്നെ ഈ ജന്മത്തിൽ തന്നെ മോക്ഷത്തിന് അർഹരല്ലാത്ത, അവർക്കിത് നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കിത് അവകാശപ്പെട്ടതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കിവിടെ ചിന്തനീയമായിട്ടുള്ള വിഷയങ്ങളേ അല്ല. ഈ തൃശ്ശൂർ പൂരത്തെക്കാളൊക്കെ ഉപരി തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ കുറച്ചൊക്കെ ഉയർത്തി നിർത്തുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നടക്കുന്ന ഈ വർഷങ്ങളിൽ നടക്കുന്ന ഈ തത്വവിചാരമാണ്. അധ്യാത്മ ഗ്രന്ഥങ്ങളിൽ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ നിത്യമെന്നോണം കേട്ട് പഴകി വരുന്ന ഭാഗവത കഥകളിലെ, അല്ലെങ്കിൽ ഭാഗവത എന്ന മഹത് പുരാണ ഗ്രന്ഥത്തിൽ ഉള്ളടക്കി വച്ചിരിക്കുന്ന തത്വം, അത് മനുഷ്യ ജീവിതത്തിന് എങ്ങനെ, ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ താരതമ്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടു പോകുക എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു അന്തരീക്ഷം നമ്മളുടെ ഈ പുരാണങ്ങളിൽ പറയപ്പെടുന്ന രീതിയിലുള്ളതല്ല. പ്രധാനമായും സനാതന ധർമ്മ സംസ്കാരത്തിന് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം വെല്ലുവിളികളുടെ ഇടയിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ബാല്യ, കൗമാര, യൗവനങ്ങൾ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ധർമ്മത്തെപ്പറ്റി ഒരു സാധാരണ ജ്ഞാനം പോലുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഗതികേട്, ഒരുപക്ഷെ നമുക്ക് ഉത്സവ ആഘോഷങ്ങളിൽ മാത്രം ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കുറേ കാലങ്ങൾ കൊണ്ട് നമ്മൾ വീണുപോയതിൻ്റെ ഒരു അപകടവും ഇന്നത്തെ സാഹചര്യത്തിൽ ഹിന്ദു ജനത അഭിമുഖീകരിക്കുമ്പോൾ ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ പ്രധാനമായിട്ടും ഞാനിവിടെ മുൻപ് പറഞ്ഞ വർണ്ണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗൃഹസ്ഥൻ്റെ, അല്ലെങ്കിൽ 4 വിധത്തിലുള്ള അർത്ഥങ്ങളിൽ, ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ പ്രധാനമായും നമ്മൾ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് വിചാരം ചെയ്യാൻ പോകുന്നത്. അതിലെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഋഷിമാർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യനെ പതിയെ പതിയെ കൈപിടിച്ചുയർത്തുന്നത്. അയാളുടെ വിദ്യാഭ്യാസ കാലഘട്ടവും അയാളുടെ കുടുംബ ജീവിതവും അതിൽ നിന്നും നിവർത്തിക്കലും പിന്നെ സന്യാസത്തിലൂടെ അവൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ള ഒരു ജീവിതക്രമം, ഒരു വ്യവസ്ഥ നമുക്കിവിടെ നമ്മുടെ ഋഷി വര്യന്മാരായിട്ടുള്ളവരും നമ്മുടെ മഹാഗുരുക്കന്മാരും നമ്മുടെ തന്നെ ധർമ്മശാസ്ത്രങ്ങളുമൊക്കെ
പല വിധത്തിലുള്ള യുക്തികൾ കൊണ്ട് തന്നെ അതിനെ നമ്മുടെ മുന്നിൽ സമർത്ഥിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും. പ്രധാനമായി വരുന്നത് ബ്രഹ്മചാരി. ഈ ബ്രഹ്മചാരി തന്നെ രണ്ട് വിധത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. നൈഷ്ഠികം ഒന്നാമത്തേത്, നിശ്ചിത കാലം വരെ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. രണ്ടാമത്തേത്, ആയുഷ്കാലം മുഴുവനും ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക. അതാണ് ഈ രണ്ടാമത് വരുന്ന നൈഷ്ഠിക ബ്രഹ്മചാരി. ഒന്നാമതായിട്ട് വരുന്ന ബ്രഹ്മചാരി എന്നുള്ളതിൽ തന്നെ ഉപകുർവാണം എന്ന് പറയുന്ന ബ്രഹ്മചര്യം തന്നെ, ഉപകുർവാണം, അതുപോലെ തന്നെ നൈഷ്ഠികം. ഇങ്ങനെ ഈ തരംതിരിവുകൾ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഒരാളുടെ മനസ്സിന് ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് മാറിപ്പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അതിൽ നിന്ന് മാറി അയാൾക്ക് ഉറച്ച ഉചിതമായൊരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകാൻ അയാൾക്ക് സാധിക്കണം. ഇവിടെയുമല്ല അവിടെയുമല്ലാത്ത രീതിയിൽ രണ്ട് തട്ടിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മശാസ്ത്രം നമ്മെ അനുവദിക്കുന്നില്ല. പലപ്പോഴും അത് സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പലപ്പോഴും നിരാരംഭശ, ഒന്നും ആരംഭിക്കാതിരിക്കുന്ന ഗൃഹസ്ഥനും കാര്യവാംശൈവ ഭിക്ഷുക, കാര്യങ്ങൾ അതിൽ സ്കൂള്, കോളേജ്, ആശുപത്രികളൊക്കെ നടത്തുന്ന സന്യാസിമാരും ഒരു പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുന്ന ഗൃഹസ്ഥനും രണ്ടുപേരും പാഴായി പോകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് സന്യാസിയുടെ ധർമ്മവും സന്യാസിയും, ഗൃഹസ്ഥന്റെ ധർമ്മം ഗൃഹസ്ഥനുമാണ് അനുഷ്ഠിക്കേണ്ടത്. പലപ്പോഴും അത് നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നു, മാറിപ്പോകുന്നു. അപ്പൊ ഏത് ആശ്രമത്തിലൂടെ, ഈ ബ്രഹ്മചര്യ ആശ്രമത്തിലൂടെ ആണെങ്കിലും അത് ബ്രഹ്മചാരി, ഉപകുർബാണം അല്ലെങ്കിൽ നൈഷ്ഠികം, ഈ രണ്ട് രീതിയിൽ ജീവിക്കുമ്പോഴും ഏത് ആശ്രമത്തിൽ പ്രവേശിച്ചാലും പ്രധാനമായിട്ടും ബ്രഹ്മചര്യം ആശ്രമം എന്നുള്ളത്, അതിലൂടെ മാത്രമേ ഈ ആശ്രമത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളതാണ്.